ആദ്യമായി ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജെസ്സി. ഇതെൻ്റെ ഭർത്താവ് ബിജേഷ്. ഞങ്ങൾ ചാലിപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. 2018 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാറുണ്ട്, ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാറുമുണ്ട്. 2026 ഫെബ്രുവരി 3 എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. അവിടെ വെച്ച് ജോലി സ്ഥലത്ത് നിന്ന് റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഫിക്സ് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിറ്റേ ദിവസം ഞാൻ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ വെച്ചാണ് കൂട്ടുകാരിങ്ങനെ മെസ്സേജ് ഇട്ട് പറയുന്നത്, ബിജേഷ് ഇങ്ങനെ ഫിക്സ് വന്ന് ഹോസ്പിറ്റലാണ്, ICUലാണെന്നാണ് അന്ന് ഞാൻ അറിഞ്ഞത്. പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഹസ്ബൻഡിൻ്റെ അമ്മയോടും ചാച്ചനോടും ഒന്നും പറഞ്ഞില്ല. എനിക്കും അനിയനും മാത്രമേ ഈ കാര്യം അറിയാൻ പറ്റുമായിരുന്നുള്ളൂ. പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കി സ്കൂളിലേക്കാണ് പോകുന്ന രീതിയിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിറ്റേ ദിവസം മുതൽ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് വൈകുന്നേരം ആകുമ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ ദിവസവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. ഹസ്ബൻഡിൻ്റെ ഒരു റിലേറ്റീവ് കുവൈറ്റിലുണ്ടായിരുന്നു, ഹസിൻ ബ്രദറാണ്. പുള്ളി ഹോസ്പിറ്റലിൽ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഇച്ചിരി സീരിയസ് ആണ്, നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം, വീട്ടിൽ ചാച്ചനോടും അമ്മയോടും പറയണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം ഇടപെട്ടാൽ മാത്രമേ രക്ഷപ്പെടുത്തുള്ളൂ. അങ്ങനെ അറിഞ്ഞ 4-ാമത്തെ ദിവസമാണ് ഞാൻ വെൻറ്റിലേറ്ററിലാണെന്ന് ചേട്ടൻ വിളിച്ച് പറയുന്നത്. ഇച്ചിരി സീരിയസ് ആണ്, നന്നായിട്ട് നീ പ്രാർത്ഥിക്കണം, അമ്മയോട് ചെറിയ രീതിയിൽ ഇങ്ങനെ പറഞ്ഞോളൂ, എന്നാലേ അമ്മയും കൂടെ പ്രാർത്ഥിക്കത്തുള്ളല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ഫിക്സായിട്ട് ICUലാണ്, അമ്മ പ്രാർത്ഥിക്കണം. അങ്ങനെ പിറ്റേ ദിവസം 6-ാം തീയതി വൈകിട്ടാണ് ഞാൻ അറിയുന്നത് വെൻറ്റിലേറ്ററാണ്. പിറ്റേ ദിവസം 7-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കാണാനായിട്ട് ടോക്കൺ എടുത്തു. അപ്പോൾ അവിടെ നിന്ന് ചേച്ചി പറഞ്ഞു, ഒരു വെൻറ്റിലേറ്റർ കിടക്കുന്ന ഫോട്ടോ ഇവിടെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഈ അവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത്. ഇവിടെ വന്ന് ഈ ഫോട്ടോ ഞാൻ അച്ഛൻ്റെ കൊടുത്തു. അച്ഛൻ മാതാവിൻ്റെ രൂപത്തിലും ഈശ്വര രൂപത്തിലും വെച്ച് പ്രാർത്ഥിച്ചു. തൈലം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. 17-ാം തീയതി ഫെബ്രുവരി 17-ാം തീയതി CBSE ബോർഡ് എക്സാം എൻ്റെ മോക്ക്, അവൾ 10ലാണ്, അന്ന് ബോർഡ് എക്സാം എഴുതേണ്ടതാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു 10-ാം തീയതി ആകുമ്പോഴെങ്കിലും ഹസ്ബൻഡ് ഈ അവസ്ഥയിൽ നിന്നൊന്ന് മാറി ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഞാനിങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആദ്യമൊക്കെ അവിടെ നിന്ന് പറയുന്നത്, കൂട്ടുകാർ വിളിച്ച് പറയുന്നത്, മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല, ഹൈ ഡോസാണ് കൊടുക്കുന്നത്, പക്ഷേ മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അത് ഇവിടെ ഡേറ്റ് ഇട്ട് ഞാനിവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ, അതിന് മുന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ദിവസങ്ങൾ. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് നല്ല ഒരു സ്മെല്ലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൊച്ചിനോട് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു, അമ്മയ്ക്ക് തോന്നുന്നതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ അച്ഛനെ കണ്ട അന്ന് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴും ഇതുപോലെ നല്ല സ്മെല്ല്. അന്ന് റൂമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അന്നത്തെ ദിവസം അവിടെ മുഴുവനുണ്ട്. അപ്പോൾ കൊച്ചും പറഞ്ഞു, നേരെ നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ അനിയത്തിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ജിൻസി, എന്താണെന്നറിയില്ല. അപ്പം തന്നെ അനിയത്തി പറഞ്ഞു, ഇത് മാതാവ് ഇടപെടുന്നതാണ്, ചേച്ചി വിഷമിക്കേണ്ട, എല്ലാം മാറ്റിത്തരും. ആ രൂപം ഞങ്ങളുടെ മുറിയിലായിരുന്നു ഇരുന്നേച്ചത്. ആ രൂപം എടുത്ത് നമ്മൾ പ്രാർത്ഥന ചെല്ലുന്ന രൂപത്തട്ടിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ അതെടുത്ത് വെച്ചു. അന്ന് മുതൽ അന്ന് വൈകിട്ട് ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ മരുന്നിനോടൊക്കെ അവൻ പ്രതികരിക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ കണ്ണ് തുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു.  അതിന് ശേഷം പിറ്റേ ദിവസം മുതൽ മണിക്കൂറുകളെന്ന രീതിയിൽ 10 മണിക്കൂർ പ്രാർത്ഥിച്ചു. 10 മണിക്കൂർ പ്രാർത്ഥിച്ചതിന് ശേഷം 10 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ മരുന്നിനോടൊക്കെ അവൻ പ്രതികരിക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ കണ്ണ് തുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് ശേഷം പിറ്റേ ദിവസം മുതൽ
പെട്ടെന്നാണ് സൗഖ്യം കിട്ടിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ അത് കഴിഞ്ഞ് ഒരു 12-ാം തീയതി ആയപ്പോഴത്തേക്ക് വൈകിട്ട് വിളിച്ച് പറഞ്ഞു അവന് വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ വിളിച്ച് കാണിച്ചു തന്നു. അപ്പോഴും ഓക്സിജനുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഓക്സിജൻ കൊടുക്കുന്നത്? അപ്പം ഓക്സിജൻ്റെ ലെവൽ മാറ്റാറായിട്ടില്ല, തനിയെ ശ്വാസം എടുക്കാവുന്ന രീതിയിലാകുമ്പോഴേ അത് മാറ്റത്തോളെന്ന് പറഞ്ഞു. 13-ാം തീയതി ഇതുപോലെ വൈകിട്ടായപ്പോഴത്തേക്ക് വിളിച്ച് പറഞ്ഞു വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു 16-17 ആയപ്പോൾ ആൾ ഓക്കെ ആയി. ഞങ്ങളോട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു 21 ദിവസം ഫാസ്റ്റിംഗ് എടുത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സിസ്റ്റർ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി 21 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാം. എനിക്ക് അങ്ങനെ BP ഇങ്ങനെ ലോ ആയതുകൊണ്ട് ഇങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറച്ചി, മീൻ, ചായ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു. അങ്ങനെ സിസ്റ്റർ പറഞ്ഞു 21-ാം ദിവസം ഇവൻ നാട്ടിൽ വരുമെന്ന് പറഞ്ഞു. സിസ്റ്ററിൻ്റെ ഫാസ്റ്റിംഗ് തീരുന്ന 21-ാം ദിവസം ആൾ നാട്ടിൽ വന്നു. ഫെബ്രുവരി 25-ാം തീയതിയാണ് ആൾ നാട്ടിലെത്തത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എല്ലാം സൗഖ്യം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ നേർച്ച ഉപ്പും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് മുതൽ ഞാൻ ഉപ്പും തൈലവും ഈ പേപ്പറിൽ വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സാക്ഷ്യം കേൾക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ നമ്മുടെ അടുത്ത് ആണല്ലോ എന്ന രീതിയിൽ ഈ പേപ്പറിൽ വെച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പെട്ടെന്ന് മണിക്കൂർ കൊണ്ടാണ് വിജേഷിന് സൗഖ്യം ലഭിച്ചത്. പിന്നെ എല്ലാ ദിവസവും ഞായറാഴ്ചകളിൽ മാത്രമേ ഞാൻ കുർബാനയ്ക്ക് പോകുന്നുള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ പറ്റുന്ന സമയങ്ങളിൽ, അത് കഴിഞ്ഞ ശേഷം പറ്റുന്ന സമയങ്ങളെല്ലാം കുർബാനയ്ക്ക് പോകാറുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞ് ഉപ്പും തൈലവും തേനും ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എല്ലാവർക്കും നെറ്റിയിൽ കുരിശ് വരച്ച് നാക്കിൽ തൊട്ടും കൊടുക്കാറുണ്ട്. നാക്ക് മുറിഞ്ഞ് സ്റ്റിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിയിലൊരു സംസാരത്തിൻ്റെ ചെറിയ രീതി കുഴപ്പം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നോർമലാക്കി തന്ന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ ഇവിടുത്തെ പത്രം മേടിച്ച് ഞാൻ എല്ലാവർക്കും കൈകളിലാണ് കൊടുക്കാറുള്ളത്. പിന്നെ മറ്റുള്ളവരിങ്ങനെ വന്ന് ഭക്ഷണത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ ഭക്ഷണം മേടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു വൃദ്ധസ്ഥാനമുണ്ട്, അവിടെ ഇങ്ങനെ ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ മരുന്ന് മേടിക്കാനൊക്കെ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു വരുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. തുടർന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ഇടപെടണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം തിരുവചനം. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ജെസി ബിജേഷ് പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഇവിടെ ഏറ്റുപറയുന്നത് തൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ ജീവൻ നൽകിയ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു വലിയ സാക്ഷ്യമാണ്. ബിജേഷ് കുവൈറ്റിലായിരുന്നപ്പോൾ ഒരു ദിവസം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഫിറ്റ്സ് വന്ന് ബസ്സിൽ തന്നെ കുഴഞ്ഞു വീണ് അദ്ദേഹത്തെ കൂട്ടുകാരെല്ലാം കൂടി വളരെ പെട്ടെന്ന് ആശുപത്രിയിലെത്തിക്കുകയും ഉടനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുകയാണ് ചെയ്തതെന്ന് ജെസ്സി സാക്ഷ്യപ്പെടുത്തിയത്. നമുക്കറിയാവുന്നതുപോലെ 99% അദ്ദേഹത്തിൻ്റെ ജീവന് പ്രതീക്ഷയില്ല എന്നാണ് ഡോക്ടേഴ്സ് വിധി എഴുതിയത്. ജെസ്സി ഉടനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കാണുകയും അച്ഛൻ അദ്ദേഹത്തിൻ്റെ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന ആ ഫോട്ടോ തന്നെ പരിശുദ്ധ അമ്മയെയും ഈശോയെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അന്നു മുതൽ തന്നെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് മരുന്ന് റെസ്പോണ്ട് ചെയ്യുവാനും ഇന്ന് അദ്ദേഹത്തിന് സാക്ഷിയായി അൾത്താരയിൽ ജീവനോടെ സന്തോഷത്തോടെ കുവൈറ്റിൽ നിന്ന് ഇവിടെ വന്ന് സാക്ഷ്യം നൽകുവാനുമുള്ള ഒരു വലിയ കൃപ ലഭിച്ചതിനെ നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ജെസ്സി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴെല്ലാം കൂടെയുള്ള സുഹൃത്തായ ഒരു സിസ്റ്റർ പറഞ്ഞു, 21 ദിവസത്തിനുള്ളിൽ നിൻ്റെ ഹസ്ബൻഡ് ഇവിടെ തിരിച്ചു വരും, അദ്ദേഹം
ജീവനിലേക്ക് തിരിച്ചു വന്ന് സൗഖ്യമായി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് ആ സഹോദരി ജെസിക്ക് നൽകുകയുണ്ടായി. അതുപോലെ തന്നെ അവർ പ്രാർത്ഥിച്ചു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിത പങ്കാളി, മക്കളും കൂടി പ്രാർത്ഥിച്ചു, ജീവിത പങ്കാളി ജീവനിലേക്ക് തിരിച്ചു വരണമെന്ന്. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ഒരു ഉടൻ പരിഹാരത്തിൻ്റെ പ്രാർത്ഥനയാണ്. അത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, നാം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. നാം ഉപവാസത്തിലൂടെയും അനുതാപത്തിലൂടെയും വിശ്വാസ കൈമാറ്റം നടത്തുന്നതിലൂടെയും കാരുണ്യപ്രവൃത്തികളിലൂടെയും ഈശോയെ സ്നേഹിക്കുന്നു എന്ന് ഈശോയ്ക്ക് തന്നെ ഒരു ഉറപ്പു നൽകുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് ഉടമ്പടി. ജെസി വളരെ ആത്മാർത്ഥമായി എല്ലാ അപകടസ്ഥിതിയിലുള്ളവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ഹസ്ബൻഡിനും അതുപോലെ തന്നെ ഒരുപാട് പേർക്കും സൗഖ്യവും സമാധാനവും ഉണ്ടായതായി സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളെ നാം ഉണർത്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് നാം മാധ്യസ്ഥം അപേക്ഷിക്കാനായി ലോകം മുഴുവനിലും എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന, സങ്കടപ്പെടുന്ന, ആകുലതകളിലും പ്രതിസന്ധികളിലും കടന്നു പോകുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജെസിക്കും വിജേഷിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സൗഖ്യത്തിനും, കാരണം സൗഖ്യമെന്ന് പറയുന്നത് മരുന്നോ ലേപനമോ കൊണ്ടല്ല, അവിടുത്തെ വചനം കൊണ്ട് തന്നെയാണ് എന്ന് ബിജേഷ് ഇയാൾ താരയിൽ നിൽക്കുന്നതെന്ന് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.